ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ പുരാതന മനുഷ്യർ നിർമ്മിച്ച ലോകാത്ഭുതമാണ് പിരമിഡുകൾ. ഈജിപ്തിലെ രാജാക്കന്മാരായിരുന്ന ഫറവോമാരുടെ ഭൗതിക ശരീരം മാത്രമല്ല, ആധുനിക ലോകത്തിന് ഇന്നും ഉത്തരം കിട്ടാത്ത അനവധി നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു മഹാവിസ്മയമാണ് പിരമിഡുകൾ. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു പുരാതന ഈജിപ്തുകാർ. മരണാനന്തര ജീവിതത്തിൽ ഫറവോകൾ ദൈവമായി മാറുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇതിനായി അവരുടെ ശവശരീരം കേടാകാതിരിക്കാൻ മമ്മിഫിക്കേഷൻ ചെയ്താണ് സൂക്ഷിച്ചിരുന്നത്. ഇങ്ങനെയുള്ള ശവശരീരങ്ങൾ സൂക്ഷിക്കാനാണ് പിരമിഡുകൾ നിർമ്മിച്ചിരുന്നത്. ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് ഖുഫു എന്നൊരു ഫറവോ ഗിസയിൽ തനിക്ക് വേണ്ടി ഭീമാകാരമായ ഒരു പിരമിഡ് സ്ഥാപിച്ചു. പിന്നീട് ഖുഫുവിന്റെ മകൻ ഖാഫ്രെ അതിനടുത്തായി മറ്റൊരു പിരമിഡ് നിർമ്മിച്ചു. ശേഷം ഖാഫ്രയുടെ മകൻ മെൻഗ്വാരെ മൂന്നാമതായി ഒരു പിരമിഡ് കൂടി നിർമ്മിച്ചു. അങ്ങനെയാണ് ലോകാത്ഭുതങ്ങളിലൊന്നായ ഗിസയിലെ പിരമിഡുകൾ ഉണ്ടായത്. ചക്രം പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ പിരമിഡുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ശരാശരി 2500 കിലോഗ്രാം ഭാരമുള്ള കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ ഭീമാകാരമായ നിർമ്മിതികൾ പണിതുയർത്തിയിരിക്കുന്നത്. അതും 100 കണക്കിന് കിലോമീറ്ററുകൾ അകലെ നിന്നും കല്ലുകൾ കൊണ്ടുവന്നാണ് അവരിത് നിർമ്മിച്ചത്. ചക്രം പോലുമില്ലാത്ത ഒരു കാലത്ത് അവർക്കിതെങ്ങനെ സാധ്യമായി? അത്ഭുതകരമാം വിധം വളരെ കൃത്യതയോടെയാണ് അവർ ഈ പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ മനുഷ്യർ തന്നെ നിർമ്മിച്ചതാണോ, അതോ അന്യഗ്രഹ ജീവികളോ മാന്ത്രിക ശക്തിയുള്ള മനുഷ്യരോ അങ്ങനെ ആരെങ്കിലും നിർമ്മിച്ചതാണോ? ഇന്നും നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പിരമിഡിന് പിന്നിലുള്ള നിഗൂഢതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. 1837 ഇംഗ്ലീഷ് ആർമി ഓഫീസറായ റിച്ചാർഡ് വില്യം മെൻഗ്വാരയുടെ പിരമിഡിൽ നിന്ന് ശവപ്പെട്ടി ഇളക്കിയെടുത്ത് ലണ്ടനിലുള്ള ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് അയച്ചു. പക്ഷെ പെട്ടി കൊണ്ടുപോയ കപ്പൽ പാതി വഴിയിൽ മുങ്ങിപ്പോയി. ഇന്ന് മെൻഗ്വാരയുടെ ശവപ്പെട്ടി മെഡിറ്ററേനിയൻ കടലിൽ എവിടെയോ മറഞ്ഞു കിടക്കുകയാണ്. BC 2550 ഖുഫു തന്റെ പിരമിഡ് നിർമ്മിച്ചത്. ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഗിസയിലെ 3 പിരമിഡുകളിൽ ഏറ്റവും വലുതും ഇതുതന്നെ. 2 മുതൽ 30 ടൺ വരെ ഭാരമുള്ള ഏകദേശം 23 ലക്ഷം ചുണ്ണാമ്പുകല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഈ ഗ്രേറ്റ് പിരമിഡ് വളരെ കൃത്യതയോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആധുനിക എഞ്ചിനീയർമാർ പോലും കല്ലുകൾ സ്ഥാപിച്ചതിന്റെ കൃത്യതയിൽ അത്ഭുതപ്പെടുന്നു. എന്നാൽ ഒരു ചോദ്യം അവശേഷിക്കുന്നു: ഈ കൂറ്റൻ കല്ലുകൾ മരുഭൂമിയിലൂടെ എങ്ങനെയാണ് കൊണ്ടുവന്നത്? ചരിത്രകാരന്മാർ നൂറ്റാണ്ടുകളായി ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. കല്ലുകൾ കൊണ്ടുപോകുന്നതിനും സ്ഥാപിക്കുന്നതിനും റാമ്പുകളുടെ ഒരു സംവിധാനം ഉപയോഗിച്ചിരുന്നുവെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ലിവറുകൾ, പുള്ളി, മനുഷ്യശക്തി എന്നിവയുടെ സംയോജനമാണ് ഇതിൽ പങ്കുവഹിച്ചതെന്ന് മറ്റു ചിലർ പറയുന്നു. നിരവധി സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നിട്ടും പുരാതന ഈജിപ്തുകാർ ഈ അവിശ്വസനീയ നേട്ടം എങ്ങനെ കൈവരിച്ചുവെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. ഒരു പിരമിഡ് നിർമ്മിക്കുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. 10,000-കണക്കിന് തൊഴിലാളികൾ പതിറ്റാണ്ടുകളായി പിരമിഡുകളിൽ ജോലി ചെയ്തിരുന്നതായി കണക്കാക്കപ്പെടുന്നു. പിരമിഡ് നിർമ്മിച്ചത് ഫറവോയുടെ അടിമകളെ കൊണ്ടാണെന്നായിരുന്നു പൊതുവെ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇത് സത്യമല്ല. ശമ്പളം കൊടുത്ത് ഭക്ഷണവും താമസ സൗകര്യവും നൽകി നിർത്തിയ വിദഗ്ധരായ തൊഴിലാളികളാണ് ഇത് നിർമ്മിച്ചത്. ഈ തൊഴിലാളികളെ ടീമുകളായി വിഭജിച്ച് ഓരോ ടീമിനും ഓരോ പ്രത്യേക ജോലിയുടെ ഉത്തരവാദിത്വം നൽകിയുമാണ് പണി പൂർത്തിയാക്കിയത്. പല തൊഴിലാളികളും സമീപത്തുള്ള ഗ്രാമങ്ങളിലാണ് താമസിച്ചിരുന്നത്. അവിടെ പുരാവസ്തു ഗവേഷകർ വീടുകളുടെയും പണിയായുധങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ തൊഴിലാളികൾ പിരമിഡുകൾ നിർമ്മിക്കുക മാത്രമല്ല ചെയ്തത്, സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പാരമ്പര്യം സൃഷ്ടിക്കാൻ അവർ സഹായിക്കുകയായിരുന്നു. ഇന്നുവരെ നമുക്ക് കണ്ടെത്താനാകാത്ത മറഞ്ഞിരിക്കുന്ന അറകൾ പിരമിഡിനുള്ളിലുണ്ട്. 2017 ശാസ്ത്രജ്ഞർ മുവോൺ റേഡിയോഗ്രാഫി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു വലിയ ശൂന്യസ്ഥലം പിരമിഡിനുള്ളിൽ കണ്ടെത്തി. 30 മീറ്റർ നീളമുള്ള ഈ ശൂന്യഭാഗം ഇനി കണ്ടെത്താനിരിക്കുന്ന ചേംബറുകളോ രഹസ്യപാതകളോ ആകാമെന്ന് കണക്കാക്കുന്നു. പിരമിഡുകൾക്ക് സമീപം സിംഹത്തിന്റെ ശരീരവും ഫറവോയുടെ മുഖവുമുള്ള ഒരു നിഗൂഢ സ്മാരകമായ ഗ്രേറ്റ് സ്ഫിങ്സ് നിലകൊള്ളുന്നു. പിരമിഡുകളെയും മരിച്ച രാജാക്കന്മാരുടെ ആത്മാക്കളെയും നിരീക്ഷിക്കുന്ന ഫറവോമാരുടെ ശക്തിയാണ് ഇത് പ്രതിനിധീകരിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു ചുണ്ണാമ്പുകല്ലിൽ നിന്ന് കൊത്തിയെടുത്ത സ്ഫിങ്സ് ലോകത്തിലെ ഏറ്റവും വലുതും പഴക്കമേറിയതുമായ പ്രതിമകളിൽ ഒന്നാണ്. എന്നിരുന്നാലും പിരമിഡുകളെ പോലെ അതിന്റെ ഉത്ഭവവും നിഗൂഢതയിൽ മൂടപ്പെട്ടിരിക്കുന്നു. പിരമിഡുകളുടെ അതേ കാലഘട്ടത്തിൽ തന്നെയാണോ ഇത് നിർമ്മിച്ചത്, അതോ നേരത്തെ നിർമ്മിച്ചതാണോ? ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ആദ്യം നിർമ്മിച്ചത്? സഹസ്രാബ്ദങ്ങളായി സ്ഫിങ്സ് മണൽക്കാറ്റുകളെ അതിജീവിച്ചിട്ടുണ്ട്. എന്നിട്ടും അതിന്റെ ശക്തിയും സാന്നിധ്യവും ഇപ്പോഴും സന്ദർശകരെ ആകർഷിക്കുന്നു. പുരാതന ഈജിപ്ഷ്യൻ നാഗരികതയുടെ ഒരു ശാശ്വത പ്രതീകമായി ഇത് തുടരുന്നു. ഇന്ന് ഗിസയിലെ മഹത്തായ പിരമിഡുകൾ വെറും പുരാതന സ്മാരകങ്ങളല്ല, അവ മനുഷ്യന്റെ നേട്ടങ്ങളുടെയും സഹിഷ്ണുതയുടെയും പ്രതീകങ്ങളാണ്. നൂറ്റാണ്ടുകളുടെ കൊള്ളകൾ, പ്രകൃതി ദുരന്തങ്ങൾ, കാലങ്ങളായുള്ള മണൽക്കാറ്റുകൾ എന്നിവ ഉണ്ടായിട്ടും അവ ഉയർന്നു തന്നെ നിൽക്കുന്നു. അവ നിർമ്മിച്ചവരുടെ ദർശനത്തിനും വൈദഗ്ധ്യത്തിനും തെളിവാണിത്.